മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനെ ഖബറടക്കാൻ 6000 രൂപ വേണമെന്നും അതൊന്നുമില്ലെങ്കിൽ ഈ മയ്യത്തിനെ പോലും ഖബറടക്കാൻ സാധ്യമല്ലെന്ന് ഒരു പ്രശസ്ത യൂട്യൂബർ പറയുകയുണ്ടായി. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബറടക്കാനും വേണ്ടിയിട്ട് 6000 രൂപ മിനിമം വേണം. നമ്മളെ കൊണ്ടുപോയി ഖബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് ഈ കുഴിവെട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ പലക വെക്കാനും ആ വസ്ത്രത്തിനും എല്ലാറ്റിനും കൂടെ ചുരുങ്ങിയത് 6000 രൂപ വേണം. അതില്ലാതെ മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. സോ പൈസ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പെണ്ണിൻ്റെ കാര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് പൈസ എന്നുള്ളത്. ഈ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും. സംഗതി ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നതുകൊണ്ട് വീഡിയോ ചെയ്യാന്ന് കരുതിയതാണ്. ഇതിന്റെ ഉത്തരം മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവും എന്നുള്ളതാണ്. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കാറുണ്ട്, പഠിച്ചവരാണ്. ഫർള് കിഫ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാമിൽ. അതായത് ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാമിൽ. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ പെട്ട ഒരു കാര്യമാണ് മയ്യത്ത് പരിപാലനം എന്നുള്ളത്. ഒരാളൊരു നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ആരെങ്കിലും കുളിപ്പിച്ചിട്ടില്ല, അവിടെ കഫൻ ചെയ്തിട്ടില്ല, മറമാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ആളുകൾ മുഴുവനും അതിന് കുറ്റക്കാരാണ്. അങ്ങനൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു മയ്യത്തിന് ഇതുവരെ ഖബറടക്കാത്തതോ അല്ലെങ്കിൽ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ മയ്യത്തിനെ മറ്റു പക്ഷികളും മൃഗാദികളൊക്കെ തിന്നുന്ന ഒരു സാഹചര്യം, ഒരു വാർത്തയൊന്നും നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തും നമ്മളൊന്നും കേട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇത്തരത്തിൽ മതം കൃത്യമായി നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചവന് ഇത്തരത്തിലുള്ള വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും, മനുഷ്യപ്പറ്റില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു മയ്യത്തിനെ ഖബറടക്കാൻ 6000 രൂപ വേണമെന്നും അല്ലെങ്കിൽ മയ്യത്തിനെ ഖബറടക്കാൻ കഴിയൂല എന്നൊക്കെ ഒരു യൂട്യൂബർ, പ്രത്യേകിച്ച് വനിതകൾ, ഉമ്മമാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു വ്ളോഗർ ഇങ്ങനെ പറയുമ്പോൾ പലരും ഇതിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തള്ളുന്നത് പോലെ ഇസ്ലാമിനെ കുറിച്ച് തള്ളിയാലേ അത് അങ്ങോട്ട് ഏൽക്കാൻ സാധ്യതയില്ല. കാരണം ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാം എന്നല്ല ഏതെങ്കിലും മതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം അഭിപ്രായം ഒരിക്കലും നമ്മൾ പറഞ്ഞു പോകരുത്. അതിന് കൃത്യമായ നിയമങ്ങളും അതിന് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ എല്ലാ മതത്തിനും ഉണ്ട്. അപ്പോൾ നമുക്കനുസരിച്ച് മാറ്റി പറയാനോ നമുക്കനുസരിച്ച് ഭേദഗതി വരുത്താനോ ഒന്നും സാധ്യമല്ലല്ലോ ഒരു മതത്തിൻ്റെ ആശയങ്ങളും അടിസ്ഥാനങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇതിലൊക്കെ കൂടുതൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാട് ഉരുൾപൊട്ടലൊക്കെ നമ്മൾ കണ്ടതാണ്. കവളപ്പാറ ഉരുൾപൊട്ടൽ, ചൂരൽമല ഉരുൾപൊട്ടൽ, എത്രയെത്ര മയ്യത്തുകളാണ് അനാഥരായിക്കൊണ്ട്, ആരോരുമില്ലാതെ അനാഥരായിക്കൊണ്ടിരുന്ന ഒരുപാട് മയ്യത്തുകളെ ഇവിടെ സംസ്കരിച്ചത്, മറവ് ചെയ്തത് ഇവിടുത്തെ സന്നദ്ധ സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും ഇല്ലെങ്കിലും ആ മയ്യത്തിന് മരിച്ചിട്ടുണ്ട്, എല്ലാവരും വരണം എന്ന് എവിടെ അനൗൺസ് ചെയ്യാറില്ല. എല്ലാവരും ഒരു മരണവാർത്ത കേട്ടാൽ ഉടനെ അവിടെ ഓടിയെത്തുന്നു, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എല്ലാവരും സന്നദ്ധരാണ്. പിന്നെ ഒരു പള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള ഖബർസ്ഥാൻ ഉണ്ടാകും. അതൊരിക്കലും ഒരു പൊതു ശ്മശാനല്ലല്ലോ, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ മയ്യത്തിനെ ഖബറടക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സ്ഥലത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ നിശ്ചിത സ്ഥലത്തിന് ഒരു പക്ഷെ ചില പള്ളികൾ നിശ്ചിത ഫീ ഈടാക്കിയേക്കാം. അതുപോലെ തന്നെ ആ മയ്യത്തിൻ്റെ ഖബർ കുഴിക്കാനുള്ള ആളുകൾക്കുള്ള കൂലി, അതൊക്കെ ഒരു മയ്യത്തിനെ അനുസരിച്ചാണ്. ഒരു പാവപ്പെട്ട മയ്യത്താണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു മഹല്ല് കമ്മിറ്റി എന്ത് ചെയ്യൂല, ഫീ ഈടാക്കൂല. കാരണം ഇവർക്കൊക്കെ മനുഷ്യപ്പറ്റുള്ളവരാണ്. ഇവരുടെ മതം എന്ന് പറയുന്നത്, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും മതമാണ്. അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയൂല. അപ്പോൾ മയ്യത്തിനനുസരിച്ചിട്ടാണ് ഈ ഫീയും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നത്. ഇനി എല്ലാവർക്കും റാൻഡമായിട്ട് ഒരേ ഫീ ഉണ്ടെങ്കിൽ തന്നെ ഇത് കൊടുക്കാൻ കഴിയാത്ത മയ്യത്തിൻ്റെ അവകാശികളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നില്ല. ആ ഒരു ക്യാഷ് കൊടുക്കാൻ ആളുകൾ വരി നിൽക്കും. ഒരു പക്ഷേ ഇതാരെങ്കിലും തരാണ്ടോന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിൽ ഇങ്ങനെ വഴിച്ചിളക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മൾ മുസ്ലിങ്ങളും സഹോദര സമുദായത്തിലുള്ള ആളുകളൊക്കെ ഇസ്ലാം ഇങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു പോകാൻ ഇടയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറയുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ അങ്ങോട്ട് മനസ്സിൽ തോന്നുന്നത് അല്ലെങ്കിൽ പ്രത്യേക റീച്ചിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മതത്തെ ഒരിക്കലും വലിച്ചിഴക്കരുത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ പല ഇടങ്ങളിലും കാണുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇസ്ലാം സുന്ദരാണ്, ചേർത്ത് പിടിക്കലിൻ്റെ മതമാണ്. അപ്പോൾ പട്ടിണി കിടന്നിട്ട് മരിക്കേണ്ട ഒരവസ്ഥ ഈ മതത്തിൽ എന്നല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടാകൂല. അപ്പോൾ ഈ ഒരു പ്രസ്താവന വളരെയധികം സങ്കടമായി കണ്ടപ്പോൾ, അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ പ്രതികരിച്ചതാണ്. ഓക്കെ, താങ്ക്സ്.